ഹലോ ഫ്രണ്ട്സ്. ബാലൻ സിനിമ കണ്ടപ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഗംഭീര ബ്രില്യൻസുകളെയും റെഫറൻസുകളെയും ചില മിസ്റ്റേക്കുകളെയും കുറിച്ചുമാണ് ഈ വീഡിയോ. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ സിനിമ ആരംഭിക്കുന്നത് തന്നെ ജയിലിനുള്ളിൽ വെച്ച് തന്റെ അമ്മ തന്നെക്കുറിച്ചും പുറം ലോകത്തെക്കുറിച്ചും പറഞ്ഞ കഥകൾ കേട്ട് അതെല്ലാം ചിത്രങ്ങളാക്കി വരച്ച ബാലനെ കാണിച്ചുകൊണ്ടാണ്. ഇതെല്ലാം സത്യമാണോ നുണയാണോ എന്നൊന്നും അറിയാതെ ബാലൻ ഈ കഥയെല്ലാം കാണാപ്പാഠം പഠിച്ചിരിക്കുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങാൻ നേരം ജയിൽ സൂപ്രണ്ടിനോട് ബാലന്റെ അമ്മ പറയുന്നുണ്ട്, എന്റെ വല്യച്ഛൻ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന്. അത് കള്ളമാണെന്ന് സൂപ്രണ്ടിന് അപ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. താൻ എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ആ സ്ത്രീ പോലീസിനോട് കള്ളം പറഞ്ഞത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സ്ത്രീക്ക് ജോലിക്ക് വേണ്ടി പുനർജനി എന്ന പേരുള്ള ഒരു NGO സ്ഥാപനത്തിന് കാർഡ് കൊടുക്കുമ്പോൾ അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ആരും ഇനി കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയം ബാലൻ ഒരു പട്ടിയെ കണ്ടിട്ട് നായ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് പട്ടി എന്ന്. അപ്പോൾ തന്നെ ബാലൻ തിരിച്ചു പറയുന്നുണ്ട് ഡോഗ് എന്ന്. ഇത് ശരിക്കും ഒരു വലിയ ബ്രില്യൻസ് ആണ്. അതായത് ഈ ബാലൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു പട്ടിയെ നേരിട്ട് കാണുന്നത്. ഇതുവരെ അവൻ കഥകളിലൂടെയും ചിത്രങ്ങളിലൂടെയും കണ്ടുകേട്ട ഒരു വസ്തുവിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുമ്പോൾ അമ്മ പഠിപ്പിച്ചു തന്ന വാക്കുകളെല്ലാം മറക്കാതെ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ അമ്മ പഠിപ്പിച്ചതെല്ലാം മറക്കാതെ മനഃപ്പാഠമാക്കുന്ന ഒരാളാണ് ഈ കൊച്ചു ബാലൻ എന്ന് സംവിധായകൻ കാണിച്ചു തരുന്നു. ജയിലിൽ നിന്ന് ആ സ്ത്രീയും മകനും നടന്നു പോകുന്ന ഒരു പ്രത്യേക ഷോട്ട് ലിയോൺ ദ പ്രൊഫഷണൽ എന്ന ഹോളിവുഡ് സിനിമയിലെ പ്രസിദ്ധമായ ഒരു ഷോട്ടിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് എടുത്തു വെച്ചതാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ ബാലനും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. അതായത് ഈ ബാലൻ ജനിക്കുന്നത് ഒരു ജയിലിൽ വെച്ചാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനും ജനിക്കുന്നത് കംസന്റെ ജയിലിൽ വെച്ചാണ്. ഈ ബാലന് സിനിമയിൽ കൊടുക്കുന്ന ഒരു പേരാണ് വാസുദേവൻ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മറ്റൊരു പേരും കൂടിയാണ് വാസുദേവൻ. അമ്മയെ നഷ്ടപ്പെട്ട ബാലനെ പിന്നീട് എടുത്തു വളർത്തിയത് അബ്ബാസ് എന്ന രണ്ടാനച്ഛനാണ്. ഇതുപോലെ തന്നെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ട ശ്രീകൃഷ്ണനെ എടുത്തു വളർത്തിയത് നന്ദഗോപനാണ്. ജയിലിൽ നിന്ന് ആ സ്ത്രീക്ക് കിട്ടുന്ന നോട്ടുകളെല്ലാം പഴയ 1000-ന്റേതാണ്. അതിന്റെ അർത്ഥം 2016 മുൻപാണ് ഈ കഥ നടക്കുന്നത്. ഈ സിനിമയിലെ ബാലന് എത്ര വയസ്സുണ്ടെന്നും സിനിമ ഏതൊക്കെ കാലഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത് എന്നൊന്നും നേരിട്ട് കാണിക്കുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ സിനിമയിലെ ചില ഭാഗത്ത് ഈ കാലഘട്ടം കാണിക്കുന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഒരു ചായക്കടയിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കയ്യിൽ കാശുണ്ടായിട്ടും പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആ സ്ത്രീക്ക് തൽക്കാലത്തേക്ക് അവിടെ ജോലിയും ഭക്ഷണവും കിട്ടി കുറച്ചു കാലത്തേക്ക് സേഫ് ആയി തങ്ങാൻ വേണ്ടിയാണ്. 2, ഇനി അങ്ങോട്ടുള്ള തന്റെ യാത്രയിൽ ഒരുപാട് ചെലവുകൾ വരും, അതുകൊണ്ട് ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് കയ്യിൽ കാശില്ല എന്ന് കള്ളം പറഞ്ഞത്. മൂന്നാമത്തെ കാരണം, ആരുമില്ലാത്ത 2 വ്യക്തികളുടെ കയ്യിൽ എങ്ങനെ പൈസ വന്നു എന്നുള്ള സോഴ്സ് ചോദിക്കുമ്പോൾ ജയിലിലെ കാര്യം പറയേണ്ടി വരും. ഒരവസരത്തിൽ ഇവരെ മുൻപ് പരിചയമുള്ള ഒരു ലോറിക്കാരൻ ബാലനോട് പേരും വീടും സ്കൂട്ടറിന്റെ നിറവും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ബാലൻ കൃത്യമായി ഉത്തരവും പറയുന്നുണ്ട്. എന്നാൽ ബാലൻ പറയുന്ന ഉത്തരങ്ങളെല്ലാം അവന്റെ അമ്മ ജയിലിൽ പടം വരച്ചു വെച്ച അതേ കാര്യങ്ങൾ അവൻ മനഃപ്പാഠമാക്കി റിപ്പീറ്റായി പറയുന്നതാണ്. മറ്റൊരു ഭാഗത്തായി ബാലന്റെ അമ്മ ഒരു തിയേറ്ററിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ സിനിമയിലെ നായകന്റെ പേര് കൂൾ സ്റ്റാർ അർജുൻ എന്നാണ്. അത് മറ്റാരുമല്ല, സിനിമയുടെ സംവിധായകനായ ചിദംബരത്തിന്റെ അനുജനും സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറുമായ ഗണപതിയാണ്. വൃദ്ധയായ സ്ത്രീയുടെ അടുത്ത് പോയി ബാലന്റെ അമ്മ തന്റെ പേര് ഷേർലി എന്നാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഈ ഷേർലി എന്ന പേര് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട ഭ്രാന്തിയായ സ്ത്രീയുടെ ID കാർഡിലെ പേരാണ്. അവരും ഒരു ഹോം നേഴ്സ് ആയിരുന്നുവെന്ന് ID കാർഡിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. ആ വൃദ്ധയായ സ്ത്രീ 2 തരം ബുള്ളറ്റുകൾ തോക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ സംവിധായകൻ ഒരു ചെറിയ ബ്രില്യൻസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ പച്ച ബുള്ളറ്റ് ആളുകളെ പേടിപ്പിക്കാനും ചുവന്ന ബുള്ളറ്റ് വെടിവെക്കാനും വേണ്ടിയാണെന്ന് ആ വൃദ്ധ പറയുന്നുണ്ട്. ഷംനാത്തയെ വെടിവെച്ച് അവിടെ നിന്നും ബാലന്റെ അമ്മ രക്ഷപ്പെടാൻ വേണ്ടി ഭ്രാന്തിയുടെ കയ്യിൽ തോക്ക് കൊടുക്കുന്നുണ്ട്. ആ ഭ്രാന്തി ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം പച്ചയാണ്. അതായത് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയുള്ള പച്ച ബുള്ളറ്റിന്റെ അതേ നിറം. കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചുവന്ന ബുള്ളറ്റിന്റെ അതേ നിറമുള്ള ചുവന്ന ചുരിദാർ ഇട്ടുകൊണ്ടാണ് ബാലന്റെ അമ്മ ആ സീനിൽ നിന്നും രക്ഷപ്പെടുന്നത്. ആ സീൻ കാണുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, ബാലന്റെ അമ്മ രക്ഷപ്പെടാൻ വേണ്ടി ഭ്രാന്തിയെ ഉപയോഗിക്കുന്നു. എന്നാൽ വേണമെങ്കിൽ ആ ഭ്രാന്തിക്ക് ബാലന്റെ അമ്മ പറയുന്നത് പോലെ തോക്ക് കയ്യിൽ പിടിക്കാതിരിക്കാമായിരുന്നു. എന്നാൽ അവൾ അത് അനുസരണയോടെ ചെയ്തു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭ്രാന്തിയായ സ്ത്രീയുടെ മകൻ മരണപ്പെട്ടു പോയിരുന്നു. ബാലന്റെ അമ്മ തോക്ക് കയ്യിൽ കൊടുത്ത് ആ ഭ്രാന്തിയോട് ചെവിയിൽ പറയുന്നുണ്ട്, ഇവരാണ് നിന്റെ മകനെ കൊന്നത് എന്ന്. അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ബാലന്റെ അമ്മ തോക്ക് കൊടുത്ത് രക്ഷപ്പെടുന്നത്. പിന്നീട് ഭ്രാന്തിയായ സ്ത്രീ ഭ്രാന്താശുപത്രിയിൽ വെച്ച് മകന്റെ പേര് പറഞ്ഞ് അലറിക്കരഞ്ഞതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല ബാലന്റെ അമ്മ ആ വൃദ്ധയോട് പറയുന്നുണ്ട് താൻ ഭർത്താവിനെ വെട്ടിക്കൊന്നുവെന്ന്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ ജയിലിലെ ഭിത്തിയിൽ ഒരാളെ വെട്ടിക്കൊന്ന ചിത്രം അമ്മ വരച്ചു വെച്ചിരിക്കുന്നത് കൃത്യമായി മുന്നമേ കാണിക്കുന്നുണ്ട്. ഈ സിനിമയിലെ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും വയനാട്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വയനാടിന്റെ ദൃശ്യഭംഗി സംവിധായകൻ ആർട്ടിലൂടെ ബാലന്റെ കഥയാക്കിയപ്പോൾ അവർ റെഫറൻസ് ആയി ഉപയോഗിച്ചത് ലോകപ്രശസ്ത ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോയായ ഗിബിലി സ്റ്റുഡിയോകളുടെ ലാൻഡ്സ്കേപ്പുകളാണ്. അമ്മയെ കാത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന ബാലന്റെ വസ്ത്രം ബാലൻ തന്നെയാണ് ഊരി ബാഗിനുള്ളിൽ വെച്ചത്. അതിന്റെ കാരണം അവന്റെ അമ്മ അവനെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് കൊണ്ടാണ്.
അതായത് അങ്ങനെ ഒരു ബാലൻ ആ നാട്ടിലുണ്ടെന്നോ സ്കൂളിൽ പോകുന്നുണ്ടെന്നോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. സ്കൂൾ ബസ് വീട്ടുമുറ്റത്ത് വരുമായിരുന്നിട്ടും ദൂരെ നിന്നും അമ്മ ആ ബാലനെ വിളിച്ചുകൊണ്ട് പിന്നാമ്പുറത്തെ വഴിയിലൂടെയാണ് വീട്ടിലേക്ക് വന്നിരുന്നത്. എന്നാൽ അമ്മ വരാൻ വൈകിയത് കൊണ്ട് യൂണിഫോമിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ബാലൻ ഏതാണെന്ന് നാട്ടുകാർ യൂണിഫോം നോക്കി മനസ്സിലാക്കി സ്കൂളിൽ പോയി അന്വേഷിച്ച് അവന്റെ അമ്മ ആരാണെന്നും എവിടെ താമസിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവന്റെ അമ്മ അവനെ നല്ലതുപോലെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു സീനിലെ വലിയ ബ്രില്യൻസ്. ആ വൃദ്ധയായ സ്ത്രീ മരിച്ചപ്പോൾ ബാലന്റെ അമ്മ അത് മറ്റുള്ളവരെ അറിയിക്കാത്തതിന്റെ കാരണം അങ്ങനെ അറിയിച്ചാൽ എല്ലാവരും അവിടേക്ക് വന്ന് അവർ ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ച അവരുടെ ഐഡന്റിറ്റി പുറത്താകുന്നത് കൊണ്ടാണ്. ഈ സിനിമയിൽ ബാലന്റെ ജീവിതം കാണിക്കാനായി കണ്ടോ കണ്ടോ താക്കോൽ എന്നൊരു പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബാലന്റെ അമ്മ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ബാലൻ പലരുടെയും അടുത്തേക്ക് പോകുന്നതാണ് ആ പാട്ടിന്റെ അർത്ഥം. കണ്ടോ കണ്ടോ താക്കോൽ എന്നീ പാട്ട് കാക്കേ കാക്കേ കൂടെവിടെ എന്ന പാട്ടിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ഉണ്ടാക്കിയത്. ഈ സിനിമ ഏത് കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നതെന്നും ബാലന്റെ പ്രായം എന്താണെന്നും സിനിമയിൽ കൃത്യമായി പറയുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ബാലന്റെ അമ്മ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ വാസുദേവ് എന്നൊരു പയ്യൻ മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ പയ്യനും ബാലനും ഒരേ പ്രായമാണെന്ന് പറയുന്നുണ്ട്. മരണപ്പെട്ട വാസുദേവ് എന്ന പയ്യന്റെ പേരിലാണ് പിന്നീട് ബാലൻ ജീവിക്കുന്നത്. വാസുദേവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2009 ആണെന്ന് ആധാർ കാർഡിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ബാലന്റെ ഡേറ്റ് ഓഫ് ബർത്തും 2009 ആണ്. ഈ കഥ നടക്കുന്നത് 2015-ലാണ്. അപ്പോൾ ഈ ബാലന്റെ പ്രായം 6 വയസ്സാണ്. ഇതിനൊരു തെളിവുണ്ട്. ബാലൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന അതേ സമയത്താണ് ടൊവിനോയുടെ അബ്ബാസ് എന്ന കഥാപാത്രം സഹകരണ ബാങ്ക് കവർച്ച നടത്തി പിടിയിലായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഇതെല്ലാം 2015-ലാണ് സംഭവിച്ചത് എന്ന് നോട്ടീസ് ബോർഡിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കഥ നടക്കുന്നത് 2015-ലാണെന്ന് വ്യക്തമാണ്. 2009 ജനിച്ച ബാലന് അന്ന് 6 വയസ്സാണെന്ന് കൃത്യമായി പറയാൻ കഴിയും. എന്നാൽ ബാലനെ അന്വേഷിച്ചുകൊണ്ട് പവിത്രൻ പലയിടത്തായി പോകുമ്പോൾ മറ്റൊരു പോലീസുകാരൻ ഫോണിലൂടെ പറയുന്നുണ്ട്, സഹകരണ ബാങ്ക് കുത്തിത്തുറന്ന കേസിന്റെ അന്വേഷണത്തിൽ ഞാൻ പോവുകയാണെന്ന്. അത് ശരിക്കും ടൊവിനോയുടെ അബ്ബാസ് എന്ന കഥാപാത്രം ചെയ്തതാണെന്നുള്ളതിന്റെ ഒരു സൂചന മുന്നമേ കൊടുക്കുന്നതാണ്. ഇനി ഈ സിനിമയിലെ ഒരു ചെറിയ ഭാഗത്ത് ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് 2015-ലാണല്ലോ കഥ നടക്കുന്നത്. 2015 ബാലൻ അബ്ബാസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അബ്ബാസിന്റെ കഥാപാത്രം ധരിച്ചിരിക്കുന്ന ജേഴ്സി 2023 പുറത്തിറങ്ങിയ അൽ ഹിലാലിന്റെ ഫുട്ബോൾ ജേഴ്സിയാണ്. ഈ ബാലൻ വളർന്നു വലുതായി പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ ചെല്ലുമ്പോൾ ആ ബാലന് ഏകദേശം ഒരു 14-15 വയസ്സ് പ്രായം തോന്നിക്കും. അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടം 2023-24 കാരണം 2015 6 വയസ്സുള്ള ബാലന് 14-15 വയസ്സാകുമ്പോഴേക്കും വർഷം 2023-24 ആവാനാണ് സാധ്യത. എന്നാൽ ഈ ബാലൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കുപ്പിയിൽ വെള്ളം എടുക്കുന്ന സീനിൽ അവിടെ 2020-ലെ പോലീസ് പ്രോഗ്രാം ഷീറ്റ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും എന്തിനാണ് 2020-ന്റെ പോസ്റ്റർ അവിടെ കാണിച്ചത്? കാലഘട്ടം കാണിക്കാനാണെങ്കിൽ അത് തെറ്റാണ്. കാരണം 2015 6 വയസ്സുള്ള ബാലൻ 2020 ആകുമ്പോഴേക്കും 11 വയസ്സ് മാത്രമേ കാണൂ. എന്നാൽ ഇപ്പോഴത്തെ ബാലനെ കണ്ടാൽ 11 വയസ്സാണെന്ന് തോന്നിക്കുവോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഈ കാലഘട്ടം 2023-24 ആണെന്ന് കൃത്യമായി ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്നാൽ പക്ഷേ 2020-ന്റെ പോസ്റ്റർ അവിടെ ഒട്ടിച്ചത് ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. പോലീസ് സ്റ്റേഷനിലെ മതിലിന്റെ ദ്വാരത്തിലൂടെയാണ് ബാലൻ അന്ന് രക്ഷപ്പെട്ടു പോയത്. എന്നാൽ ഇന്ന് വളർന്നു വലുതായി ബാലൻ തിരികെ വരുമ്പോൾ താൻ അന്ന് രക്ഷപ്പെട്ട ദ്വാരം ഇന്ന് അടച്ചു വെച്ചിരിക്കുന്നതായി കാണുന്നു. അമ്മയെ അന്വേഷിച്ച് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ബാലൻ ശരിക്കും ട്രാപ്പായിപ്പോയി എന്നുള്ളതിന്റെ ഒരു മെറ്റഫറിക്കൽ റെഫറൻസ് ആണ് അവിടെ കാണിക്കുന്നത്. പവിത്രൻ പോലീസ് സ്നേഹിച്ച സിസിലിയുടെ പേര് സിസിലി എബ്രഹാം എന്നായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം സിസിലിയുടെ പേര് സിസിലി ഫ്രാൻസിസ് എന്നാക്കി മാറ്റി. സിസിലി വിവാഹം കഴിച്ചത് ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മുൻ SI ആയ ഫ്രാൻസിസിനെ ആണെന്നുള്ളതിന്റെ ഒരു ചെറിയ ഫോട്ടോ റെഫറൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വലിയ ബ്രില്യൻസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അബ്ബാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ബാലൻ പോലീസിന്റെ താക്കോല് മോഷ്ടിച്ച് അബ്ബാസിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ടെന്ന്. ശരിക്കും അതൊരു ബ്രില്യൻസ് ആയിട്ട് സംവിധായകൻ വെച്ച ഒന്നല്ല. ബാലൻ തന്റെ കയ്യിൽ വെച്ച് തന്ന പോലീസിന്റെ താക്കോൽ ഉപയോഗിച്ച് അബ്ബാസ് രക്ഷപ്പെടുന്ന ഒരു സീൻ അവർ ഷൂട്ട് ചെയ്തിരുന്നു. പിന്നീട് എഡിറ്റിംഗിൽ ആ ഒരു സീൻ അവർ കട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.